ഹലോ, ഇറ്റ്സ് മീ റോൺ മീൻസ് നിങ്ങളിപ്പോൾ ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ കേരളത്തെ അപേക്ഷിച്ച് ഒരു വ്യത്യാസമൊക്കെ തോന്നുന്നില്ലേ? ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. തമിഴ്നാടിൻ്റെ കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് തിരുമലൈക്കോവിൽ, അടവിനൈനാർ ഡാം, അന്യൻപാറ, തെങ്കാശി, പിന്നെ മേക്കര എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം എന്നിവിടങ്ങളിലേക്കൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ക്ലൈമാറ്റിൽ നല്ല ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ സ്ഥലത്തെ പ്രത്യേകത ഉണ്ടോ, ഇരുവശത്തും നല്ല തണൽ മരങ്ങളും പുല്ലുകളും കൊണ്ട് ഫുള്ള് ഒരു പച്ചപ്പ് മയമാണ്. ബട്ട് ഒരു വരണ്ട ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ ഫുള്ള്. ഇങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറും അവരുടെ ആ ഒരു ഇതും കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. തമിഴ്നാടിൻ്റെ ആ ഒരു കൾച്ചറും അതായത് ഈ കടയുടെ ഫ്രണ്ടിലൊക്കെ ശ്രദ്ധിച്ചറിയാം, കുറേ സ്ഥലത്ത് ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ട്രഡീഷനാണ്. അതായത് അവർ ഈ വെള്ളം തളിച്ച് ഇങ്ങനെ ഈ രാവിലെ ആവുന്ന നേരത്ത് കടകളുടെ ഫ്രണ്ടിലും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഈ വെള്ളം തളിക്കും. വെള്ളം അത് ഈ മഞ്ഞളൊക്കെ ചേർത്ത് കലക്കി ഒഴിക്കുന്ന ഒരു സംഭവമാണ്. അത് കഴിഞ്ഞ് ഇവർ ഈ കോലൊക്കെ അരച്ച് അങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട്. അതാണ് കേട്ടോ ആ ഒരു ഇതാ ഇവിടെയൊക്കെ നനഞ്ഞു കിടക്കുന്ന കേട്ടോ. ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. പിന്നെ ഈ ചിലർ ഈ പൊടിമണ്ണും ഈ കാറ്റൊക്കെ പറക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ വെള്ളം തളിക്കുന്നതും പതിവാണ് കേട്ടോ ഇവിടുത്തെ. ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടോ, പുളിമരങ്ങൾ തണൽ മരങ്ങളായിട്ട് വെച്ചുപിടിപ്പിച്ചിട്ട് അതിന് താഴെ കോലം വരച്ച വീടുകളിങ്ങനെ വരി വരിയായിട്ട് നീളത്തിന് കിടക്കുകയാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ അവരെല്ലാം ഒരു പൊതു പൈപ്പിൽ നിന്നും വെള്ളം എടുക്കും കേട്ടോ. അതാണ് ആ ബക്കറ്റുകളൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത്. നമ്മൾ പിന്നെ അവിടെ നിന്ന് കുറച്ചു ദൂരം കൂടെ വന്നപ്പോൾ പിന്നെയും ഫുള്ള് പച്ചപ്പായി കേട്ടോ. രണ്ടു വശവും തണൽ മരങ്ങളും ഫുള്ള് പച്ചപ്പും മലയും ആ മേഘങ്ങളും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഈ റോഡും പക്ക അടിപൊളി റോഡാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നമുക്ക് വെക്കൊണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടുത്തെ ആ ഒരു സ്മെല്ലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് ഈ പുല്ലിൻ്റെയും ഈ ഉണങ്ങിയ ഈ മണ്ണിൻ്റെയും ആ ഒരു ചില നേരത്തെ ഈ സൈഡിലൊക്കെ ഈ ചാണകമൊക്കെ കാണും, അതിൻ്റെ സ്മെല്ലും ആ ഒരു പക്ക ആ ഒരു നാടൻ ഗ്രാമങ്ങളിൽ കിട്ടുന്ന ആ ഒരു സ്മെല്ലൊക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം പല രീതിയിലുള്ള സ്മെല്ലുകൾ നമ്മളിങ്ങനെ ഫീൽ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഇതാ കാണുന്നില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുമലൈക്കോവിലാണ്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഇവിടെ കണ്ടോ ഒരു അമ്പലമൊക്കെ പുതുതായിട്ട് അവർ പണിയുന്നുണ്ട്. എന്തായാലും രാവിലെ ആ ഒരു സൂര്യൻ്റെ ആ ഒരു വെളിച്ചവും ആ ഒരു പച്ചപ്പും ഇതും കൂടെ ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട്. വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ റോഡിൽ, നമുക്കിങ്ങനെ സമാധാനമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കാം. ഇന്ന് എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് കേട്ടോ റൈഡിൽ. തിരുമലൈക്കോവിലിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. രണ്ടുപേരും കൂടെ 40 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. നമുക്ക് മുകളിൽ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. കൊടൈക്കനാലൊക്കെ പോകുന്ന ആ റൂട്ടിൽ അതേപോലത്തെ ഒരു റൂട്ട് ഫീൽ ചെയ്യുന്നു.
അമ്പലത്തിന്റെ മേളിലൊക്കെ പോകുന്നില്ലേ? ആ മേളില് പാർക്കിംഗ് ഉണ്ടോ? സ്റ്റെപ്പ് അത് കണ്ടോ വേഗം വരുന്നു. മഴ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ക്ലൈമറ്റ്. ഇവിടെ നിന്നുള്ള ഈ വ്യൂ ഉണ്ടോ? ഫുള്ളും മലയും അതിൻ്റെ ഇടയിൽ മേഘങ്ങളും പുഴയും തെങ്ങും തോപ്പുകളും പാറ കഷ്ണങ്ങളും. അടിപൊളി വ്യൂ ആണ് കേട്ടോ. പോലെ എന്താ സീൻ. പക്ഷെ ക്ലൈമറ്റ് അത്ര വെറ്റൊന്നുമല്ല കേട്ടോ, നല്ല ഡ്രൈ ആയിട്ട് കിടക്കും. പക്ഷെ ആ ഒരു തണുപ്പുണ്ട് കേട്ടോ, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് റോങ് സൈഡാണ്. പാറയെ കറക്കിയിട്ട് വെട്ടി വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടെ ഉള്ളൊരു വ്യൂ എന്ന് പറഞ്ഞ്. അത് ഈ പാറയല്ല, വേറെ എവിടെയാണ്. അങ്ങനെ അഭിഷേക് നമുക്ക് വേണ്ടി ഉഴുന്നോടെ വാങ്ങാൻ പോയേക്കാണ്. ഞാൻ ഉണ്ടാക്കിയതാണ് സ്പെഷ്യൽ. കൊള്ളാവടേ.
സീനും കണ്ടൊരു കട്ടൻ ചായ ഫോൺ തന്നെ. ഇവിടെ പിന്നെ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ആണ് കേട്ടോ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ. ഉച്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നല്ല വെയിലായിരിക്കും. പക്ഷേ ഈ മരങ്ങളും തണലൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ ഒരു ക്ലൈമറ്റ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് രാവിലെ അല്ലെങ്കിൽ സൺസെറ്റ് സമയം വരുന്നതായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. മയിലിൻ്റെ എവിടെയെങ്കിലും കാണും. ഇതിൻ്റെ ബാക്കിലാണ്. ഇല്ല, ഞാൻ മറ്റേ ഗൂഗിൾ ഇമേജിൽ എടുത്ത് നോക്കി. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മയിലിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? സെറ്റ്. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. കണ്ടോ സൈഡ് കണ്ടോ? പാമ്പാ സീൻ. ഒരു പാമ്പ് ഇവിടെ ഉണ്ട്. പാറക്കല്ല് തന്നെ തോന്നണല്ലേ? പാറക്കല്ല് തന്നെ. പാറക്കല്ല് പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട്. താണ്ടട വേറൊന്ന്. രണ്ടെണ്ണം എവിടെ താണ്ട. ഞാൻ ഒന്നേ കണ്ടുള്ളൂ. സെയിം സെറ്റ് കേട്ടോ. വ്യത്യസ്തമാണെന്ന് വിചാരിക്കരുത്. ആനപ്പുറത്ത് കയറിയിരുന്നവര് നീ അവിടെ ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കും. അപ്പോഴേ അടിച്ചിറക്കും. മേല നിന്നെ ഈ ബോർഡർ കഴിഞ്ഞ താഴെ നോട്ടീസും ഫോട്ടോയും കൊടുക്കും. ആരെങ്കിലും കയറി കുത്തായിരിക്കാനായിരിക്കും. നല്ല വീം വല്ലതും പറ്റണമെങ്കിൽ ഇതൊരു പാറയുടെ മേളിലാണ് കേട്ടോ. എന്നിരുന്നാലും ഇതിന്റെ മേളിലൊരു കുളമുണ്ട് കേട്ടോ. അതിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഈ ടൈപ്പ് ടെമ്പൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇപ്പം റെയറായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇവിടെ വെച്ച് അങ്ങനെ കണ്ടുകിട്ടിയിരിക്കുകയാണ്. അപ്പം നല്ല വെയിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മേക്കര എന്ന് പറഞ്ഞൊരു അടിപൊളി ഗ്രാമമാണ് കേട്ടോ. അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റോഡൊക്കെ നമുക്ക് പക്കയായതുകൊണ്ട് തന്നെ തിരിച്ചിറങ്ങാനും നല്ലൊരു വൈബ് തന്നെയുണ്ട്. സൈഡിലെ വ്യൂവും ഈ സൈഡിൽ പാറക്കെട്ടുകളും. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡിലൊക്കെ കണ്ടോ, ഇതേപോലെ ചില സ്ഥലങ്ങളിലൊക്കെ നെല്ല് ഉണങ്ങായിട്ടേക്കുന്നത് കാണാം. ഇവിടെ എന്തോ തീയൊക്കെ ഇടുന്നുണ്ട്.
ഞങ്ങളുടെ സ്ഥലമെത്തി. ഞാൻ പറഞ്ഞില്ലേ 2 വശം വയല്, 2 വശം വയല് റോഡ്. മോനെ നെല്ലില്ലല്ലേ? ഇവിടെ നിർത്തണോ അങ്ങ് നിർത്തണോ? എനിക്കും കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ കുറച്ച് ഞാറ് നടണം. അവരിങ്ങനെ ഞാറ് നടുന്നതും ആ രീതിയും അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരോട് എനിക്ക് ചോദിക്കാൻ ഒരു മടിയായിരുന്നു. അതായത് വല്ല വഴക്ക് പറയോ, പരിചയമില്ലാത്ത സ്ഥലമില്ല, അങ്ങനെ ഇറങ്ങണോ പറിക്കണോ എന്നൊക്കെ ഒരു ചെറിയൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു ഇറങ്ങട്ടെ എന്ന് ചോദിച്ചതിന് ശേഷം അവർ സന്തോഷമായിട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു, നട്ടോളം പറഞ്ഞു. പക്ഷെ കാണുന്ന കണക്കല്ല സംഭവം എന്ന് എനിക്ക് അത് പിഴുതെടുത്തപ്പോൾ മനസ്സിലായി കേട്ടോ. അവര് സിമ്പിളായിട്ട് എടുക്കുമ്പോ ഞാൻ എടുത്തപ്പോ ഇതേപോലെയാണ് വന്നത്. ഉള്ളയാ അതെടുത്ത കഷ്ടം. ഓക്കെ
ரொம்ப நாளா உள்ள ஆசை. ஆ ഓ ഇങ്ങനെ കുറച്ച് എടുക്കണം. ரொம்ப എടുക്കണം. ഇത്ര കുറച്ച് എടുക്കണം. இந்த நெல்லெல்லாம் விளையிறதுக்கு எவ்வளோ நாள் ஆகும்? 3 மாதம் தான். റബ്ബറാ? இங்கே திருமலை கோவில் வந்தோம், அதனால. ஆ ஆ இன்னைக்கு மத்தியானம் வரை இருக்கு. ஆ சாயங்காலம். ஆ ஆ என்ன மாதம்? அம்மா கிட்ட கேட்டு தெரிஞ்சுக்கலாம். ஆ ஆ மார்கழி, தை, மாசி, பங்குனி, சித்திரை மாதம் நாட்டு போய் வைகாசி மாதம். டாடா. അങ്ങനെ ബൈയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അടുത്ത നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ അടവിനൈനാർ ഡാമിലേക്കാണ് കേട്ടോ. ഏകദേശം കുറച്ച് ദൂരമേ ഉള്ളൂ ഇവിടുന്ന്. ഇവരിപ്പോൾ ഇവിടെ ഞാറ് നടുന്ന സമയമാണ് കേട്ടോ. ഇവിടെ ഏകദേശം നട്ട് 3 മാസം ആകുമ്പോഴേ വിളവെടുക്കൂ എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ എല്ലാം അതിൻ്റെ നെല്ലിൻ്റെ പതിര് തിരിച്ച് കഴിക്കുന്നതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതാണ് കേട്ടോ നമുക്ക് എത്തേണ്ട സ്ഥലം. ഇപ്പൊ വെള്ളമുണ്ടോ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ ഇവിടെ നല്ല വേനൽ സമയവും.
വെള്ളമില്ല. സാധാരണ റെയിലൊക്കെ കാണുമ്പോൾ ഇവിടെ ഇഷ്ടം പോലെ വെള്ളം ഒഴുകി വരും ഇതിൽ കൂടെ. ഇവിടെ സീസൺ തുടങ്ങിയില്ല. അന്നേരെ ഫുള്ള് ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഡാം നമ്മളെ നിരാശപ്പെടുത്തിയോണ്ട് നമ്മൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനായ അന്യൻപാറയിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്തായാലും ഡാം പറ്റിച്ചെങ്കിലും പോകുന്ന വഴിയൊക്കെ ആദ്യം മനോഹരമായിരുന്നു കേട്ടോ. ഫുള്ള് ചെടിയും മൃഗങ്ങളും ഇതൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ ഇവിടെ മാത്രം ഇങ്ങനത്തെ പ്രദേശങ്ങളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെ നെല്ലൊക്കെ കൊയ്തിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതും വൈക്കോൽ കൂനകളും ആ തനി നാടൻ ഗ്രാമങ്ങളുടെ ഒരു പശ്ചാത്തലമാണ് ഇത് ഫുള്ള്. നമ്മളിപ്പോൾ അന്യൻപാറയുടെ തൊട്ട് താഴെയുള്ള ഒരു ചെറിയൊരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു 2 ആൽമരങ്ങളും സൈഡിൽ ഫുള്ള് ഇങ്ങനെ ഒരു ജലാശയം എല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അവിടെ ഒരു വൈബ് സ്ഥലമായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല അടിപൊളി സ്പോട്ടായിരുന്നത്. കുറേ നേരം അവിടെ റെസ്റ്റ് ചെയ്ത കേട്ടോ. നമ്മൾ വന്നതിൻ്റെ യാത്രാക്ഷീണം ഫുള്ള് തീർത്തത് അതിൻ്റെ ചോട്ടിലായിരുന്നു കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡ് മുഴുവനും ഒരു പാടമാണ് കേട്ടോ. നല്ല വിസ്താരമായിട്ട് കിടക്കുന്ന ഒരു പാടം ആ സൈഡിൽ കണ്ടില്ലേ. അതിന്റെ മറ്റേ സൈഡാണ് കേട്ടോ അതിന്റെ മറ്റേ അന്യൻപാറയുടെ ആ ഒരു പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ. പെഞ്ഞാറ റോഡ്. ആ നിങ്ങളോ? മുക്കോലാണ്. നമ്മള് രാവിലെ ഇറങ്ങി, വെളുപ്പിനെ ഇറങ്ങി. അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. ഇത്ര പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചില്ല. ലാസ്റ്റ് ഇവിടെ പിന്നെ ഗുണ്ടാർ ഡാമായിരുന്നു. ഇപ്പൊ അവിടെ വെള്ളം കാണൂല. അങ്ങോട്ട് ഇന്നലെ വന്നോ? വേറെ എവിടെയെങ്കിലും കാണാനുണ്ടോ? നിങ്ങൾ എവിടെയൊക്കെ കണ്ട്? കുറ്റാലത്ത് ഒരു കീര വെച്ചു ഒന്നുമില്ല. പിന്നെ വരണ പാലരുവി സൂപ്പറാണ്. പാലരുവി സൂപ്പറാണ്. കുളിക്കാം. നല്ല വൃത്തിയുണ്ട്. ഇപ്പോൾ വന്നതില് ഇത്രയും നേരം കണ്ടതിൽ അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ സീസൺ ആയില്ല. ഈ സമയം ഒക്ടോബർ ആണ് ഇവിടുത്തെ മഴക്കാലം എന്ന് പറഞ്ഞത്. പക്ഷെ ഒന്നും ആയി തുടങ്ങിയിട്ടില്ല. കേരളത്തിലെ മഴ കണ്ടോണ്ട് ഇറങ്ങിയതാണ്. ഒന്ന് നനഞ്ഞൊന്ന് ഓട്ടിക്കാന്നൊക്കെ വെച്ച് ഇറങ്ങിയാണ്. ഒന്നും നടന്നില്ല. പാലരുവി ഉള്ളതാണ്. തിരിച്ചു വിടുകയാണെങ്കിൽ അതിലെ പോകും. സൂപ്പർ. ഇവിടെ നമ്മള് കാശി രാമേശ്വര ക്ഷേത്രത്തിൽ അവിടെ. പക്ഷെ അവിടെ ഇപ്പോൾ പണി നടക്കും. നമ്മള് പോയ അമ്പലത്തിന്റെ തിരുമലൈ കോവിൽ അതെവിടെയാണ്? അത് മേക്കര. അതൊന്നും പോയി കാണാത്തത്. തിരിച്ചു പോകണം. നിങ്ങളെ നമ്മളെ പോയാ അവിടെ നിന്ന് രാവിലെ പോയി. പുഷ്പ സിനിമയിൽ അവങ്ങനെ ഒരു ഡാൻസ് ഉണ്ടല്ലോ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ക്ഷേത്രം കാണിക്കും. ആ ക്ഷേത്രമാണ് അവിടെ. കുഴപ്പമില്ല, ഇപ്പൊ ചെല്ലുന്നത് ഇതായിരിക്കും, പക്ഷെ രാവിലെ അല്ല തിരക്കല്ല, വെയിലായിരിക്കും. ക്ലൈമറ്റ് രസമായിരുന്നു, മഞ്ഞൊക്കെ ഇറങ്ങി. ഇനി ഈവനിങ് ചെല്ലുമ്പോ സൺസെറ്റ് അതൊക്കെ സെറ്റ് ആയിരിക്കും. പോവാം.
ഇന്നും കൂടെ ഉള്ളു. ഇന്നലെ ഒന്ന് സ്റ്റേ ചെയ്ത് നഷ്ടമായല്ലേ? കാണാനൊന്നും ഇല്ലായിരുന്നു. ഇത് ഒരിടത്ത് വെള്ളമില്ല, അതാ പറയുന്നത്. കുട്ടികൾക്ക് വെള്ളമില്ല. നമ്മൾ വരുന്ന വഴിക്ക് വയലൊക്കെ ഇറങ്ങി ഞാറൊക്കെ നട്ടിട്ട് എൻ്റെ ഒന്ന് അമ്മമാരിക്കണുണ്ട്. ചാടി ഇറങ്ങി നാട്ടിൽ പിടിച്ച് ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു, അതങ്ങ് കംപ്ലീറ്റ് ചെയ്തു. അഭിഷേക് ദ ഡോൺ. ഗൈസ് ആ കാണുന്നില്ലേ, അതാണ് കേട്ടോ അന്യൻ പാറ എന്ന് പറയുന്നത്. അവിടെ കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് കേട്ടോ അതിൻ്റെ ചുറ്റിനുള്ള ആ വ്യൂ എന്ന് പറഞ്ഞാൽ. എല്ലാം നല്ല കൊയ്യാറായി പാകത്തിരിക്കുകയാണ്. അവിടെ അതിൻ്റെ വർക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് മെഷീനിലുള്ള പരിപാടീസാണ് കേട്ടോ. കാറ്റാടിയൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ കുറേ തെങ്ങും തോപ്പുകളാണ്. ഫുള്ള് ഡ്രൈ ക്ലൈമറ്റ് ആണ് കേട്ടോ. ക്ലൈമറ്റ് വിചാരിച്ച കണക്കില്ല, പക്ഷെ ഈ ക്ലൈമറ്റിൽ വരുന്ന ഒരു ഫീലൊന്നും നമുക്ക് വേറെ ക്ലൈമറ്റിൽ വന്നാലേ കിട്ടത്തില്ല. ഇത് വേറെ ക്ലൈമറ്റിൻ്റെ ഒരു ഫീലാണ്, അത് വേറൊരു വൈബാണ്. രണ്ട് തരമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് ഈ ക്ലൈമറ്റിനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. പലർക്കും പല ഇഷ്ടങ്ങളല്ലേ. നമ്മൾ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എല്ലാം മറിഞ്ഞടക്കണം കേട്ടോ. ഇങ്ങോട്ട് സൈഡിലോട്ട് നല്ലതൊക്കെ ഇഷ്ടം പോലെ ഡ്രാഗൺ ഫ്ലൈസ് ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് കുറേ ടൈം നമ്മൾ സേവ് ചെയ്യാൻ പറ്റി കേട്ടോ. ഇത്ര പെട്ടെന്ന് നമ്മുടെ റൈഡ് ഡെസ്റ്റിനേഷൻ എത്തുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. സോ ഒന്ന് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് വാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. താഴെ ഇറങ്ങിയില്ലേ? അവിടെ ഒരു പാട്ട് പാടുന്ന സന്ദർഭത്തിന് പറ്റിയ പാടം പൂത്ത കാലം. കൊയ്യാറായി. തിങ്കൾ ലല്ല അതെൻ്റെ അതുമല്ല വീണ അടിക്കല്ലേ. വാവ്, ഈ ഫ്രെയിം ഇങ്ങനെയൊക്കെ ആംഗിൾ കിട്ടും. ഹെൽമെറ്റിലായി പോയി ക്യാമറ. വേറെ എന്തൊക്കെ കൃഷിയുണ്ട് കേട്ടോ. അഭിഷേകേ, പച്ചമുളകാണെന്ന് തോന്നണം കേട്ടോ, പക്ഷെ എല്ലാം പഴുത്തുപോയി. ഫുള്ള് മുളക് കൃഷിയാണ്. ഫുള്ള് ഉണ്ടമുളക്, കാന്താരി മുളക്, പച്ചല് മുളക്, ഇതെല്ലാം ഉണ്ട്. അടുത്ത കർഷക ശ്രീ അവാർഡ് നമ്മൾ സമർപ്പിക്കുന്നതായിരിക്കും. ഇതെന്താണ്? പറിക്കല്ലേ? അങ്ങോ
നമ്മുടെ വണ്ടി ഇവിടെ. ഓ ഇങ്ങോട്ടാണ് കേട്ടോ അന്യൻ പാറയിലേക്കുള്ള വഴി. സൈഡില് ഫുള്ള് ചെടികളാണ് കേട്ടോ. ഇഞ്ചിപ്പുല്ലൊക്കെ നിൽക്കുന്നുണ്ട്. പെയിന്റിങ്സ് ഒക്കെ കുറെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചൊക്കെ അത്ര വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല, എന്നാലും നമുക്ക് ഊഹിച്ചെടുക്കാം അതാരൊക്കെയാണെന്ന്. ഇതാണ് ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു. ഇതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ആ വയല്. ഇവിടെ നിന്നുള്ള വ്യൂവും മാരകവും, ഒന്നും പറയാനില്ല. കാണുന്നില്ലേ, അവിടെയാണ് കേട്ടോ നമ്മള് കുറച്ച് റെസ്റ്റ് എടുത്ത ആൽമരത്തിന്റെ ചോട്ടില്. ഫുള്ള് കൊയ്യാറായ പാടമാണ്. അതിന്റെ ഇടയിൽ കാണുന്ന കുറച്ച് പച്ചപ്പൊക്കെ വേറെ കൃഷികളാണ് കേട്ടോ. ഈ മുളക് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതൊക്കെയാണ് ആ ഭാഗത്തുള്ളത്. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് എൻ്റെ പ്ലാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നല്ല മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മഴയെന്ന് പറഞ്ഞ ഒരു അടാറ് മഴയായിരുന്നു. കുറേ വിഷ്വൽസൊക്കെ നമുക്ക് ആ മഴയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം അത് ഉടനെ തന്നെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. Signing off.